ഒത്തൊരുമയുടെയും സ്നേഹത്തിന്റെയും ഉത്സവമായ ഓണാഘോഷത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് നടി പ്രിയങ്ക നായർ. നമ്മുടെ MS വീണ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആമുഖങ്ങളുടെ ആവശ്യമൊന്നും തന്നെയില്ല. മലയാളികൾക്ക് സുപരിചിതയാണ് പ്രിയപ്പെട്ട താരം പ്രിയങ്ക നായർ. പ്രിയങ്ക നായരാണ് നമ്മളോട് ഇപ്പോൾ ചേരുന്നത്. അത്തം തുടങ്ങി. നമസ്കാരം. എങ്ങനെയാണ് ഇത്തവണത്തെ ഒരു ഓണം മൂഡിലേക്ക് എത്തി? ഞാനിപ്രാവശ്യം വീട്ടിലുണ്ടാവും. ഓണത്തിന് കുടുംബാംഗങ്ങളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ അതൊരു സന്തോഷമാണ്. കാര്യം ഫെസ്റ്റിവൽ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫാമിലിയുടെ കൂടെ ഉണ്ടാവാൻ പറ്റുന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷം. ഇപ്രാവശ്യം ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യം. ഇത്തവണത്തെ ഓണത്തിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അങ്ങനെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയാനുള്ളൊരു ഓണമല്ല. പക്ഷേ എനിക്ക് എൻ്റെ ഫാമിലി എല്ലാവരും കൂടെ ഉണ്ടാവുന്നത് എപ്പോഴും എൻ്റെ ലൈഫിൽ ഏറ്റവും വലുതെന്ന് ഞാൻ കാണുന്നത് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. സദ്യ ഇപ്പം നമുക്ക് ഓണം എന്ന് പറഞ്ഞാൽ പൂക്കളം, സദ്യ, ഒത്തുകൂടലൊക്കെയാണ്. സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം എന്താണ്? പായസം. അത് എല്ലാം ഇഷ്ടമാണ്. സദ്യ തന്നെ ഇഷ്ടമാണ്. എല്ലാ കറികളും ഇഷ്ടമാണ്. അതിൽ ഓലൻ ഒരുപാട് ഇഷ്ടമാണ്, പരിപ്പ് ഒരുപാട് ഇഷ്ടമാണ്, പിന്നെ പായസം ഒരുപാട് ഇഷ്ടമാണ്. അതൊക്കെ ഇപ്പോൾ ഒരുപാട് കുറച്ചിട്ടുണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി ഒരുപാട് കുറച്ചിട്ടുണ്ട്, എങ്കിലും ഇഷ്ടമാണ്. നമ്മൾ സാധാരണ ഈ സിനിമാ രംഗത്ത് നിൽക്കുന്നവരാണെങ്കിലും പൊതുവേ എല്ലാവരും ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഒരു കാലം കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡയറ്റിൻ്റെ പരമായി സദ്യ മാറ്റി നിർത്തുന്നവരും ഉണ്ട്. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? ഇല്ല, നമ്മൾ ഡയറ്റ് എന്ന് പറയണത്, എൻ്റെ ഒരു ഡയറ്റ് എന്ന് പറയണത് എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തിയിട്ടുള്ളൊരു ഡയറ്റല്ല. അതിനെ നമുക്കിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരുപാട് കാലം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കുറച്ചിട്ട് നമ്മളത് എങ്ങനെ എടുക്കുന്നു, നമ്മളുടെ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ അത്രയും ക്വാണ്ടിറ്റി ഇല്ലാത്ത രീതിയിൽ നമുക്ക് ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി അതിനെ രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ്. ഞാൻ സദ്യ ഒന്നും മാറ്റി വയ്ക്കാറില്ല. സദ്യ കഴിക്കുമ്പോൾ അതിൻ്റെ കറികളെല്ലാം ഉണ്ടാവും. ഞാൻ കഴിക്കുന്ന ചോറിൻ്റെ അളവ്, കാർബിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പക്ഷേ ഞാൻ ബാക്കിയെല്ലാം കഴിക്കും. അപ്പോൾ കാർബ് അത്രയും കുറയ്ക്കുമ്പോഴത്തേക്കും ഞാൻ പായസം കഴിക്കും. അപ്പോൾ എന്ത് ചെയ്യും, രാത്രി അത് കഴിക്കത്തില്ല. അപ്പോൾ അടുത്ത ദിവസം അതിനനുസരിച്ച് അത് മാനേജ് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. സദ്യ ഒന്നും വിടാറില്ല കേട്ടോ. ഇപ്പോൾ ഈ വർഷത്തെ ഓണപരിപാടികൾ ഇങ്ങനെ വേദികളിൽ സാധാരണ സജീവ സാന്നിധ്യമാണ്. ഇപ്പോൾ ഇത്തവണയും പരിപാടികളൊക്കെ ഉണ്ട്. ഇത്തവണയും ഓണപരിപാടികൾ, കുറച്ച് പരിപാടികളുണ്ട്. തീർച്ചയായിട്ടും കുറച്ച് സജീവമായിട്ടുണ്ടാവും. ഈ ഓണക്കാലത്ത് പ്രിയങ്കയെ സ്നേഹിക്കുന്ന ഒരുപാട് മലയാളി പ്രേക്ഷകരുണ്ട്. പ്രേക്ഷകരോട് എന്താണ് പറയുക? എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നമുക്ക് കിട്ടുന്ന ഓരോ ചെറിയ മുഹൂർത്തങ്ങളും നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കൂടെ നമ്മൾ ആഘോഷിക്കുക. ജീവിതം ശരിക്കും ആഘോഷിക്കാനുള്ളതാണ്. സന്തോഷമായിട്ടിരിക്കുക. പ്രിയങ്കയ്ക്ക് പറയാൻ അതാണുള്ളത്. ഓണം മൂഡിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സന്തോഷമായിട്ടിരിക്കുക, കുടുംബത്തോടൊപ്പം ആ ഒരു ഓണം ആഘോഷിക്കുക എന്നാണ് പ്രിയങ്ക പറയുന്നത്. ക്യാമറമാൻ രഞ്ജിത്തിനോടൊപ്പം MS വീണ, ജനം, തിരുവനന്തപുരം.